Hi friends, welcome back to Saxony. ഞാനിപ്പുള്ളത് ബംഗ്ലാദേശിലെ കുറച്ച് ലോക്കൽ കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ഞാനിപ്പോൾ ഉള്ളത് ധാക്കയിലാണ്, ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ധാക്കയിൽ. ഇവിടെ ഇങ്ങനെ പെട്ടിക്കടകളുണ്ടല്ലേ, ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ ചെറിയ പെട്ടിക്കടലാണ്. ഭയങ്കര പാവപ്പെട്ട ആൾക്കാരാണ് ഇവിടെ. ഇങ്ങനെ ഒരു കള്ളിത്തുണിയും ഒരു ഷർട്ടുണ്ടായാൽ മതി, അങ്ങനെ റിക്ഷ ഓട്ടിയിട്ട് അങ്ങനെ പോകും. ഇവിടെ അങ്ങനത്തെ ഒരു നാടാണിത്. ഈ ഇഞ്ചി നമ്മളെ കേരളത്തിൽ നിന്ന് വന്നാണ്, അത് ബാംഗ്ലൂരിൽ നിന്ന് വന്നാണ്. ഈ വരുന്നവനാണ് ഇതിൻ്റെ മുതലാളി. അപ്പം നമുക്ക് അവനോട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഇഞ്ചി കേരളക്ക് केरला भीगेगा 170 रुपए, 170 रुपए। ബാംഗ്ലൂർ का बेंगलोर का बिकता है 190 से 190 से 80 रुपये। നമ്മുടെ കേരളത്തിലെ ഇഞ്ചിയാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇവിടെ അടക്കുണ്ട്, തേങ്ങ ഉണ്ട്, വെറ്റിലുണ്ട്. ഒന്ന് കാണാൻ പറ്റും. ഇതാ വെറ്റില. ഇത് തേങ്ങ. भाई साहब एक ही कोकोनट कितना, एक कोकोनट कितना? मिष्टी जाती है नारियल, मिष्टी जाती है। कितना चार्ज है? चार्ज कितना है इसका? टका कितना है? कितना टका एक ही का? नारियल बोले, नारियल कितना? पैसा पैसा कितना है ये? बंगला कितना पे? कोकोनट मणि 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 100. ഒരു തേങ്ങക്ക് 100 ധാക്കയാണ് ചാർജ്. ഇവർക്ക് ഹിന്ദി തന്നെ വളരെ കുറവാണ്. ഇവരെ ബംഗ്ലാ ഭാഷ ഇവർക്ക് കാര്യമായിട്ട് അറിയാം. ഇത് ഇവിടുത്തെ കോഴിമുട്ടൻ്റെ തോട് കളയുന്ന ഇങ്ങനെയാണ്. ഒരു നൂലുണ്ടല്ലോ, ഇവിടെ ഒരു നൂല് കെട്ടിച്ചിരിക്കുന്നു. ഇതാ നൂല് ഇങ്ങനെ ഇത് വെച്ചിട്ടൊന്ന് മുറിക്കും. എന്നിട്ട് അതിൽ കുറച്ച് ഉപ്പ് ഒക്കെ ഇട്ടിട്ട് ഇത് സകല സ്ഥലത്തും ഇങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്. ഉണ്ടല്ലേ, ഒരു ടേബിൾ സ്പൂൺ കൊണ്ടാണ് ഇതിങ്ങനെ തോട് കളയുന്നത്. ഒരു കോഴിമുട്ട പുഴുങ്ങി തോട് മുറിച്ച് ഇതേപോലെ വരച്ച് ഈ ഒരു ഉപ്പിടുന്നതിന് 25 ധാക്കയാണ് ഇവർ വാങ്ങുന്നത്. ഇത് ഇവിടുത്തെ തേങ്ങടലാരനാണ്. ഇവൻ തേങ്ങടൽ ഇട്ടിട്ട് കഴിഞ്ഞിട്ട് അവൻ്റെ തേങ്ങ അവൻ്റെ അറ്റത്താക്കിയിട്ട് ഓൻ കൂലിയും വാങ്ങിയിട്ട് പോവാണ്. ഇത് നമ്മളെ പഴക്കൊലൻ്റെ അറ്റത്തുള്ള പൂവാണ്. അതൊക്കെ ഇവിടെ വെക്കുന്നുണ്ട് ഇവർ. പിന്നെ കറുവത്തുണ്ട്, കർമൂസുണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് നമ്മളെ അടക്ക ഇങ്ങനെ പച്ചടക്ക ഇങ്ങനെ വെട്ടിയിട്ട് ഇവർ വെറ്റിലടക്ക നല്ലോണം മുറുക്കുന്ന ആൾക്കാരാണ് ഈ നാട്ടുകാർ. ഈ പഴത്തിന് നമ്മുടെ നാട്ടിൽ ഇതിന് വ്ളാവ് എന്നാണ് പറയുക. ഇത് ഇപ്പോൾ പൊതുവെ നമ്മുടെ കേരളത്തിൽ കുറവാണ്. ഇത് ബംഗ്ലാദേശിൽ ഏറ്റവും കൂടുതലുണ്ട്. ഇതിന് ഇംഗ്ലീഷിൽ വുഡ് ആപ്പിൾ എന്നറിയും. ഇത് നല്ല കട്ടിയായിരിക്കും. ഇതൊരുപാട് ആയുർവേദ്യ പോഷകമുള്ളതാണ്. ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം ഉപയോഗിക്കുന്നതാണ് ഇവർ പറയുന്നത്. ഈ സാധനം ഇവിടുത്തെ കോഴിമുട്ട നമ്മുടെ ഇതുപോലത്തെ കോഴിമുട്ടയാണ്. നാടൻ മുട്ട ഉണ്ടല്ലോ, ഗിരിക്കോയി, അതിൻ്റെ മുട്ടയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്.
ഇതിവിടുത്തെ ഒരു ബസ്സിൻ്റെ കാര്യം ഞാൻ സ്ഥിരമായിട്ട് പറയലുണ്ട്, മുമ്പ് പറഞ്ഞിരുന്നു. ഇവിടുത്തെ ബസ്സിൻ്റെ പുറത്തെ പെയിൻറ്റുകളൊന്നും പറ്റ പോയിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇവിടെ ബസ്സുകളുള്ളത്. ഞാനിപ്പോൾ റിക്ഷയിൽ പോവാണ്. ഇത് കുതിര സവാരിയാണ്. റിക്ഷയിലാകെ 2 ആൾക്കാർ കയറാൻ പറ്റുക, പക്ഷേ ഇതിൽ 2, 4, 6, 8 പേർക്ക് വരെ ഇരിക്കുക. ഒരു ഭാഗത്ത് 9 പേർക്ക് വരെ ഇരിക്കുക. അങ്ങനെ ഉണ്ടല്ലേ, അങ്ങനെ ഒരു 3 പേർക്ക്, മറ്റേ ഭാഗത്ത് 3 പേർക്ക്. അപ്പോൾ കുടുംബസമേതമൊക്കെ പോകാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ. പിന്നെ അങ്ങനെ ടൂറിസ്റ്റേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അവരും ഇതിൽ യാത്ര ചെയ്യും. നല്ല ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് 2 കുതിരയാണ് ഇത് വലിക്കുന്നത്, ഉണ്ടല്ലേ, ഇങ്ങനെയുള്ളത്. എനിക്കിതിൽ കയറാൻ പറ്റിയിട്ടില്ല, ഒന്ന് കയറണമെന്നുണ്ടായിരുന്നു. ഇത് ഇവിടുത്തെ ഒരു മീനാണ്. നല്ല മസാല കളറിൽ മുക്കിയിട്ടാണ്ട് പൊരിച്ചെടുത്തിരിക്കുകയാണ്. നമ്മുടെ ചെമ്മീൻ പോലത്തെ ഒരു സാധനമാണ്. ഇന്നത്തെ ലഞ്ച് ഇതാണ് കഴിച്ചത്. ഇവിടുത്തെ റൊട്ടിയും വെജിറ്റബിൾ കറിയും. ഇവിടുത്തെ ഈ തന്തൂർ റൊട്ടി നല്ല സോഫ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സലാഡാണ് ഈ കാണുന്നത്. ഇതാണ് ഹോട്ടൽ. ഹോട്ടലിൻ്റെ അകത്താപ്പം ഞാനുള്ളത്. ലഞ്ച് കഴിക്കാൻ വന്നതാണ്. കബാബുണ്ടായി. വല്ലാണ്ട് അറ്റത്ത് പോകണ്ട. ബംഗ്ലാദേശിലെ ലോക്കൽ ബസ്സിൽ യാത്ര ചെയ്യാം. ഈ തൊപ്പിക്കാരനാണ് കണ്ടക്ടർ. ഇവിടെ ടിക്കറ്റോ കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെ പൈസ വാങ്ങുക, അത്രേ ഉള്ളൂ. ഇത് നമ്മുടെ നാട്ടിലെ അമ്പായങ്ങുണ്ട്. അമ്പായങ്ങൻ്റെ ഒരു വലുതാണ്. ഇതിന് അത്യാവശ്യം നല്ല പുളിയുണ്ട്. ഇതിങ്ങനെ ഇവിടെ റോഡ് സൈഡിൽ ഇങ്ങനെ തൊലിച്ചിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. ഇത് ഒരു പീസിന് 10 ടാക്കയാണ് ഒരു ചാർജ് വാങ്ങുന്നത് ഇതിന്. അങ്ങനെ തൊലിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ പ്ലേറ്റിൽ ഇങ്ങനെ വെക്കും. ആളുകൾക്ക് വൈറ്റമിൻ സി ആണിത്. വൈറ്റമിൻ സി അത്യാവശ്യം നല്ല പുളിയുള്ള സാധനമാണിത്. ഈ ഒരു സാധനം കൊണ്ടുണ്ടാക്കുന്ന വേറൊരു സാധനമാണിത്, കണ്ടില്ലേ, അരച്ചിട്ട് കുത്തിച്ചയച്ചിട്ട്. അപ്പോൾ അത് നമുക്ക് കാണാം. അതുകൊണ്ടുണ്ടാക്കുന്ന ഒരു സംഭവം. റോഡ് സൈഡിലാണ് ഇതൊക്കെ കച്ചവടങ്ങളുള്ളത്, കണ്ടില്ലേ. ഇതുകൊണ്ട് ഇങ്ങനെ കുത്തുകയാണ്. സകല കച്ചവടവും റോട്ടിലുണ്ട്. ഇത് നമ്മുടെ പാനിപൂരി ഉണ്ടല്ലോ, ചെറിയ കുഞ്ഞി പൂരി, അതിനിങ്ങനെ പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പിന്നെ ഒരു പുളിയുള്ള വെള്ളവും ഇതൊക്കെ കലക്കിയിട്ട് കഴിക്കൂലേ, ആ ഒരു സാധനമാണ് ഇപ്പോൾ ഈ തലയിൽ പൂവൊക്കെ വെച്ചിട്ട് ഉള്ള പുള്ളിക്കാരൻ ഉണ്ടാക്കി വെക്കുന്നത്. ഇതാണ് ആ സാധനം. ഇതിൻ്റെ ഉള്ളിൽ നിറച്ചിട്ട് അങ്ങനെ കൊടുക്കും. ഇതൊക്കെ വാങ്ങൽ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഇതിൻ്റെ മസാലയാണ്, മസാലക്കൂട്ടാണത്. പക്ഷേ നമ്മളിതൊന്നും തൊടുന്നില്ലേ. ഇത് കർമൂസ, ഇത് ഇവിടുത്തെ പഴം. ഇതൊക്കെ റോട്ടിൽ ഇങ്ങനെ ഒരു വട്ടത്തിലാണ് വെച്ചിട്ടുള്ളത്. വലിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറുണ്ട് വലുത്, അതിലാക്കിയിട്ടാണ് വെക്കുന്നത്. ഇത് കട്ടയാണ്, തൂക്കുന്ന കട്ട. ഞാനിവിടെ സ്ഥിരം റിക്ഷയിൽ തന്നെയാണ് യാത്ര. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.